വെൽക്കം ബാക്ക് ടു മെൻ്റൽ ഹെൽത്ത് സ്പെക്ട്രം. ഞാൻ ഡോക്ടർ ജെറോം. വൈകല്യങ്ങൾ എങ്ങനെ തിരിച്ചറിയാം, ഇതാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. പലപ്പോഴും നമ്മൾ കേൾക്കുന്നതാണ്, അവൻ ഇങ്ങനെ തന്നെയാണ്, അവൾക്ക് സ്വഭാവം മാറ്റാൻ പറ്റില്ല എന്ന് പറയുന്ന ചില പെരുമാറ്റങ്ങൾക്ക് പിന്നിൽ ഒരു വ്യക്തിത്വ വൈകല്യം ഉണ്ടാകാം. വ്യക്തിത്വ വൈകല്യം എന്ന് പറയുന്നത് ഒരാളുടെ ചിന്താരീതികളും വികാര പ്രതികരണങ്ങളും പെരുമാറ്റ ശൈലികളും മറ്റുള്ളവരോടുള്ള ബന്ധങ്ങളും ദീർഘകാലമായി അസ്വസ്ഥവും കഠിനവുമായ ഒരു മാതൃകയിൽ തുടരുന്ന അവസ്ഥയാണ്. ഇത് കൗമാരത്തിലോ യൗവനത്തിൻ്റെ ആരംഭത്തിലോ തുടങ്ങി ജീവിതത്തിൻ്റെ പല മേഖലകളെയും ബാധിക്കും. ഒരു വ്യക്തിത്വ വൈകല്യം ഉണ്ടാകാമെന്ന് സംശയിക്കേണ്ട ചില ലക്ഷണങ്ങൾ നമുക്ക് നോക്കാം. ഒന്നാമത്, ബന്ധങ്ങളിലെ സ്ഥിരം പ്രശ്നങ്ങൾ. അടുത്ത ബന്ധങ്ങൾ നിലനിർത്താൻ ബുദ്ധിമുട്ട്, ആവർത്തിച്ചുള്ള വഴക്കുകൾ, ആളുകളോട് അതിയായ സംശയമോ അമിത ആശ്രിതത്വമോ ഉണ്ടാകാം. രണ്ടാമത്, തന്നെ കാണുന്ന രീതിയിൽ ഉള്ള പ്രശ്നങ്ങൾ. സ്വന്തം കഴിവുകളെ അതിരുകടന്ന് വലിയതായി കാണുക, അല്ലെങ്കിൽ തികച്ചും വില കുറച്ച് കാണുക. ഞാനെല്ലാം അറിയുന്നവനാണ് എന്ന ചിന്തയോ, എനിക്ക് ഒന്നിനും വിലയില്ല, എന്നെക്കൊണ്ട് കൊള്ളില്ല എന്ന വികാരമോ സ്ഥിരമായി കാണാം. മൂന്നാമത്, വികാരങ്ങൾ പെട്ടെന്ന് മാറിമറിയും. ചെറിയ കാര്യങ്ങൾക്ക് പോലും അതിയായ കോപം, വിഷാദം, ഭയം അല്ലെങ്കിൽ ശൂന്യത അനുഭവപ്പെടുക. നാലാമത്, കഠിനവും മാറാത്തതുമായ പെരുമാറ്റ ശൈലി. സാഹചര്യങ്ങൾ മാറിയാലും പെരുമാറ്റത്തിൽ മാറ്റം വരുത്താൻ ബുദ്ധിമുട്ടുണ്ടാകും. അനുഭവങ്ങളിൽ നിന്ന് ഇവർക്ക് പഠിക്കാൻ കഴിയുന്നില്ല. അഞ്ചാമത്, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന പ്രവണത. സ്വന്തം പ്രശ്നങ്ങൾക്ക് ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ കഴിയാതെ എല്ലാം മറ്റുള്ളവരുടെ തെറ്റാണെന്ന് വിശ്വസിക്കുക. ഇവിടെ ഒരു പ്രധാന കാര്യം ഓർക്കണം. എല്ലാവർക്കും ചില സ്വഭാവ വ്യത്യാസങ്ങളുണ്ടാകും. എന്നാൽ ഈ ലക്ഷണങ്ങൾ ദീർഘകാലമായി ജീവിതത്തിൻ്റെ പല മേഖലകളിലും ഈ വ്യക്തിക്കും ഇയാളുടെ ചുറ്റുമുള്ളവർക്കും വേദനയും ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്ന രീതിയിൽ തുടരുമ്പോഴാണ് വ്യക്തിത്വ വൈകല്യം ആകുന്നത്. ഇത്തരം പ്രശ്നങ്ങൾ സംശയിക്കുന്നുവെങ്കിൽ സ്വയം രോഗനിർണയം ചെയ്യരുത്. ഒരു സൈക്യാട്രിസ്റ്റിൻ്റെയോ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെയോ സഹായം തേടുക. ശരിയായ വിലയിരുത്തലും സൈക്കോതെറാപ്പിയും ആവശ്യമായാൽ മരുന്നുകളും കൊണ്ട് വ്യക്തിത്വ വൈകല്യങ്ങൾക്ക് ഉള്ളവർക്ക് ജീവിതം മെച്ചപ്പെടുത്താൻ സാധിക്കും. താങ്ക് യു ഫോർ ലിസണിങ്. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ.